മക്കളെ, ഈ വീഡിയോയുടെ തമ്പനിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അത് നിങ്ങൾ എന്തിനാണ് സഹായിക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ. അല്ലാതെ ഇതൊരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ അല്ല. അപ്പൊ ഞാൻ ശരിക്കും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിലവിൽ ജോസാടെ കൗൺസിലിംഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുസാറ്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. കീമില് മാർക്ക് അപ്ലോഡിങ് നടക്കുന്നുണ്ട്. നീറ്റിന്റെ റിസൾട്ട് വരാനുണ്ട്. പ്രൊവിഷണൽ ലിസ്റ്റ് വന്നു, പ്രൊവിഷണൽ ആൻസർ കീ വന്നു. ഇങ്ങനെ ഇനി തുടങ്ങി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരാനുണ്ട്. അപ്പൊ ഇപ്പോ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോ അവരുടെ മാർക്ക് അയച്ചിട്ടായിരിക്കും ചോദിക്കാം. അപ്പൊ അവർക്ക് ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ അതിൽ പ്രാക്ടിക്കലി കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ജോസാടെ കൗൺസിലിംഗിൽ ഒരു കുട്ടി നമുക്ക് മെസ്സേജ് അയക്കുന്നത് ആളുടെ റാങ്ക് തന്നിട്ട് ആൾക്ക് ഏതെങ്കിലും കോഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ, ഏതെങ്കിലും കോഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ആൾക്ക് ഏത് കോഴ്സാണ് കിട്ടാൻ സാധ്യത എന്നുള്ളതിന്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കണം. പിന്നെ രണ്ടാമത്തേത്, ആൾക്ക് പിന്നെ അത് എവിടെയാണ് കിട്ടുക. അപ്പൊ അത് ഒരുപാട് സമയം എടുക്കും. അപ്പൊ നിങ്ങൾ ഒരാളോട് ചോദിച്ച് ആളുടെ കയ്യിൽ നിന്ന് റിപ്ലൈ കിട്ടി, അതിനുശേഷം നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചാൽ അത് കുറെ ഡിലേ ആവും. അപ്പൊ ശരിക്കും പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കോഴ്സ് കിട്ടാവോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് ചെയ്യുക എന്നുള്ള പർപ്പസോടുകൂടി ചെയ്യുന്നതാണ്. അപ്പോ ഇപ്പൊ ജോസ കൗൺസിലിംഗിൽ പങ്കെടുക്കുന്ന കുട്ടി ആയിക്കോട്ടെ, കുസാറ്റിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുസാറ്റിന്റെ റിസൾട്ട് ഇന്ന് വന്നു. അപ്പൊ ഇന്ന് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് MSc ഇന്റഗ്രേറ്റഡ് കിട്ടുമോ, അപ്പൊ ഏത് ക്യാമ്പസിലാണ് കിട്ടാൻ സാധ്യത, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കീമിന്റെ റാങ്ക് ലിസ്റ്റ് പോലും വന്നിട്ടില്ല. കീമിന്റെ മാർക്ക്, അതായത് കീമിന്റെ പെർസെന്റേജ് സ്കോർ വരുമ്പോഴും, അല്ലെങ്കിൽ കീമിന്റെ ഇപ്പൊ ഫാർമസിയുടെ സ്കോർ കാർഡ് വന്നപ്പോഴും ഒക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്റെ സ്കോറിന് അത് കിട്ടാൻ സാധ്യതയുണ്ടോ. അപ്പൊ ആദ്യം തന്നെ ആലോചിക്കുക, നിങ്ങളുടെ സ്കോർ ബേസ് ചെയ്തിട്ടല്ല അഡ്മിഷൻ നടക്കുക, റാങ്ക് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ സ്കോർ കൊണ്ട് ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ സ്കോർ മാത്രമേ അറിയൂ, അടുത്ത ആളുടെ സ്കോർ അറിയില്ല. ഇപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക, റാങ്ക് ലിസ്റ്റ് വരാതെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു പ്രഡിക്ഷൻ സാധ്യമല്ല. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് വരാതെ ഇപ്പൊ നമ്മള് ഇപ്പൊ പറയുകയാണ്, ഇപ്പൊ നീറ്റിന്റെ കേസിലായിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 500 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പൊ 500 മാർക്കിന് എത്ര റാങ്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം മാർക്കേ അറിയൂ. അപ്പൊ ബാക്കിയുള്ളവർക്ക് എത്ര കിട്ടിയെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അവർക്ക് കൂടി കിട്ടി 500 മേലെ ഉള്ളവർ നിങ്ങളുടെ മേലെ റാങ്കിൽ പോവും, 500 താഴെ ഉള്ളവർ നിങ്ങളുടെ താഴെ പോവും. കഴിഞ്ഞ വർഷം 500 കിട്ടിയ ആൾക്ക് കിട്ടിയ റാങ്ക് ആയിരിക്കില്ല ഇപ്രാവശ്യം. അപ്പൊ അത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ എല്ലാ വർഷത്തെയും 500 മാർക്ക് കിട്ടിയ ആൾക്ക് ഒരേ റാങ്ക് അല്ല. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് പ്രഡിക്ഷൻ നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ അത് കൺഫ്യൂസ് ആവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്, നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുക. അപ്പൊ അതിൽ ആൻസർ തരാൻ പറ്റാത്തതാണ് ഞങ്ങളുടെ പ്രശ്നം. അപ്പൊ നിങ്ങളോട് എന്താണ് പറയുക, കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് പിന്നെ അടുത്ത ചോദ്യം ഇത് എവിടെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് അതിനകത്ത് എവിടെയാണ് കിട്ടുക, ഏത് കോഴ്സ്, ഇതൊന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സന്തോഷവും ഉണ്ടാവില്ല. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. റാങ്ക് ലിസ്റ്റ് വന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. റാങ്ക് ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഒരാളുടെയും സഹായം ഇല്ലാതെ എങ്ങനെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കാം എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ആദ്യം അത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതിന്റെ പർപ്പസ് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നത്. ഒന്ന്, ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ഇൻഡിവിജ്വൽ ചോയ്സ് എന്ന് പറയാൻ കാരണം, ഇപ്പൊ ഒരു കുട്ടിയുടെ ജോസായിലെ ഇൻഡിവിജ്വൽ ചോയ്സ് വൈസ് നോക്കിയാൽ കുട്ടിക്ക് ഏത് കോഴ്സ് കിട്ടിയാലും വേണ്ടില്ല, കാലിക്കറ്റ് NIT പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുക. അപ്പൊ കുട്ടി എന്ത് ചെയ്യണം? അത് കുട്ടിയുടെ ചോയ്സ് ആണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ കുട്ടി എന്ത് പ്രതീക്ഷിക്കുന്നു? NIT കാലിക്കറ്റിന്റെ മാത്രം ലാസ്റ്റ് റാങ്ക് കുട്ടിക്ക് അറിഞ്ഞാൽ മതി, എല്ലാ കോഴ്സിന്റെയും ലാസ്റ്റ് റാങ്ക് അറിയണം. മറ്റൊരാൾക്ക് ഒരു ബ്രാഞ്ച്, ഫോർ എക്സാമ്പിൾ CS ആണ് എടുക്കേണ്ടത്. അപ്പൊ CS ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടിയാൽ മതി. അപ്പൊ ആൾക്ക് വേണ്ട ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ എന്താ? CS-ന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ഇൻ ഓൾ ഇന്ത്യ ആണ്. അപ്പോൾ ഇത് പലതും പല രീതിയിലാണ് പോവുക. അപ്പൊ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ചോയ്സ് ആണത്. അതേപോലെ തന്നെ ഇപ്പൊ അത് നീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് അറിയേണ്ടത് എവിടെയെങ്കിലും MBBS കിട്ടാനുള്ളതാണെങ്കിൽ മറ്റൊരു കുട്ടിക്ക് ചിലപ്പോൾ വെറ്റിനറി കേരളയിൽ കിട്ടാനുള്ളതായിരിക്കും അറിയേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻഡിവിജ്വൽ ചോയ്സ് ആയതുകൊണ്ട് അതിന് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരൊറ്റ വീഡിയോ മതിയാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡിവിജ്വൽ ചോയ്സ് ആയതുകൊണ്ട് നിങ്ങൾ തന്നെ അതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കുന്നത് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കി വെക്കാം. ഇനി അതില് ഇപ്പൊ ജോസാടെ കേസിലാണെങ്കിൽ ഞാൻ അത് വീഡിയോ ചെയ്തിരുന്നു. ജോസാടെ കേസിൽ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കുക എന്ന്. അപ്പോൾ അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ആ സൈറ്റിൽ കയറിയാൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് റൗണ്ടിൽ നടന്നതാണെന്ന് അറിയണമെങ്കിൽ അറിയാം. ഫസ്റ്റ് റൗണ്ടിൽ, സെക്കൻഡ് റൗണ്ടിൽ, തേർഡ് റൗണ്ടിൽ, ഏത് റൗണ്ടിലാണ് അറിയേണ്ടത് ആ റൗണ്ട് കൊടുക്കുക. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് കൊടുക്കുക, ഇല്ല ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അങ്ങനെ കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കോഴ്സ് ആണ് വേണ്ടത് ആ കോഴ്സ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് കിട്ടും. അപ്പൊ നിങ്ങളുടെ ഒരാളുടെയും സഹായം ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ, അതായത് നിങ്ങൾക്ക് ഇത് വേറൊന്നും വേണ്ട, നിങ്ങളൊരു കമ്പ്യൂട്ടർ സെന്ററിൽ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു വൈഫൈ കണക്ഷൻ ഒക്കെ ആയിട്ടൊരു സിസ്റ്റവുമായിട്ടിരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, അപ്പൊ ജോസാടേത് ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. കുസാറ്റും ഇതുപോലെയാ.
കുസാറ്റിന് സാധാരണഗതിയിൽ അവർ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ഒരു PDF ഇടുമായിരുന്നു. നിലവിൽ ഇപ്പൊ വരെ അത് ഇട്ടിട്ടില്ല. പകരം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെയും നിങ്ങൾക്ക് കോഴ്സ് ഓപ്ഷൻ ഒക്കെ ആയിട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് MSc ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് ആ കോഴ്സ് കൊടുക്കാം. അതേപോലെ കീമിന്റേത് ഇനി വരുമ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ PDF ആയി തന്നെ വരും. അപ്പൊ അങ്ങനെ PDF വരുന്നത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ നീറ്റിന്റേത് PDF ആയി വരും, ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് അതിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഇടാം. അല്ലാത്തത് അതിന് എങ്ങനെയാണ് വഴി എന്നും പറഞ്ഞു തരാം. ഇത് രണ്ടും ചെയ്യാം. എങ്ങനെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കുമെന്നുള്ള വഴി പറഞ്ഞു തരാം, അല്ലെങ്കിൽ അതിന്റെ PDF അയക്കാം. ഇതായിരിക്കും കുറച്ചുകൂടി സേഫ്, നിങ്ങൾക്കും എളുപ്പം. അതായത് നിങ്ങൾ ചോദിക്കുന്ന ഒരാൾ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ച് ഞങ്ങളൊരു 2 മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾക്ക് റിപ്ലൈ വരുന്നെങ്കിൽ ആ 2 മണിക്കൂറും നിങ്ങൾ അണ്ടർ ടെൻഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് പലർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവാം, അവരുടെ ഒക്കെ റിപ്ലൈ വരാത്തതുണ്ട്. അപ്പൊ അതിലൊരാൾ പറഞ്ഞു കിട്ടും, ഒരാൾ പറഞ്ഞു കിട്ടില്ല. അപ്പൊ പിന്നെ തർക്കമായി, ഇതിൽ ആര് പറഞ്ഞതാണ് ശരി, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ആ ഫയൽ കിട്ടിയാൽ ഡയറക്റ്റ്ലി ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു എന്തുകൊണ്ട് ചെയ്തു, ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക, കാറ്റഗറി റാങ്ക് വേരി ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് ജനറൽ റാങ്കിലും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് ഞാൻ ആ റാങ്കിന്റെ ഒരു വ്യത്യാസം ഓർമ്മിപ്പിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നീറ്റിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുന്നു. അപ്പൊ നീറ്റിന്റെ മാർക്കിനനുസരിച്ച് സ്റ്റേറ്റ് റാങ്കും ഓൾ ഇന്ത്യ റാങ്കും സ്റ്റേറ്റ് റാങ്കും ഒക്കെ വന്നു. അങ്ങനെ സ്റ്റേറ്റ് റാങ്കിൽ ഒരു 900 റാങ്ക് വന്നൊരു കുട്ടിക്ക് കഴിഞ്ഞ വർഷം മഞ്ചേരിയിൽ കയറി എന്ന് വിചാരിക്കാം. അപ്പൊ ഇപ്രാവശ്യം നിങ്ങളുടെ റാങ്ക് 900 ആണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മഞ്ചേരിയിൽ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ റീസൺ, അപ്പൊ ചിലപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, എനിക്ക് മഞ്ചേരിയാണ് വേണ്ടത്, എന്റെ റാങ്കിൽ കഴിഞ്ഞ വർഷം മഞ്ചേരി കിട്ടി, അപ്പൊ ഇപ്രാവശ്യം എനിക്കും കിട്ടും, ഉറപ്പില്ല. കാരണം ഈ 900 മേലെ മഞ്ചേരി സ്വദേശികളായ കുറെ കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. അവരുടെ എല്ലാം ഫസ്റ്റ് പ്രിഫറൻസ് മഞ്ചേരി ആണെങ്കിൽ സീറ്റ് ഫില്ലായി, പിന്നെ നിങ്ങൾക്ക് തരാനുണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് മാത്രമാണ്, അഷുറൻസ് അല്ല. അവിടെ കിട്ടും എന്നുള്ളതിന് ഉറപ്പല്ല. നിങ്ങളുടെ റാങ്ക് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഒരു പരിധി വരെ ശരിയാ. ഇപ്പൊ 50 സീറ്റുള്ള ഒരു ക്യാമ്പസിൽ ആദ്യത്തെ 50 പേരുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. അതായത് 50 സ്റ്റേറ്റ് മെറിറ്റ് അല്ലെങ്കിൽ 50 ജനറൽ സീറ്റ് ഉള്ളിടത്ത് ആദ്യത്തെ 50 പേരെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതിൽ ഒരാൾ മാറിയാലാണ് 51ാമതിന് കയറുക. അപ്പൊ അതിൽ 10 പേര്, ഇപ്പൊ 50 സീറ്റ് ഉണ്ടായിരുന്ന ഒരു 50 ജനറൽ സീറ്റ് ഉണ്ടായിരുന്ന ഒരു ക്യാമ്പസിൽ 50 ജനറൽ സീറ്റിൽ 10 പേര് ഈ സ്വദേശികളല്ല, അവർ വേറൊരിടത്തേക്ക് പോയി. അപ്പൊ 10 സീറ്റ് ബാക്കി വന്നു. അപ്പൊ 60 പേര് കയറി. അപ്പൊ നമ്മൾ 60 എന്നുള്ള ലാസ്റ്റ് റാങ്ക് കണ്ടുകൊണ്ട് എന്റെയും റാങ്ക് 60 ആണ്, ഇവിടെ ഒരൊറ്റ ഓപ്ഷൻ മാത്രം വെക്കരുത്. ഇപ്രാവശ്യം ചിലപ്പോൾ 50 പേരും അവിടെ തന്നെ ഉള്ളവരാണെങ്കിലോ. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് റാങ്ക് ഒരു ഗൈഡൻസ് മാത്രമാണ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ തരാൻ മാത്രമാണ് ഈ ലാസ്റ്റ് റാങ്ക് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഈ കാറ്റഗറി റാങ്ക് വേരീസും ഇത് തന്നെ. ഇപ്പൊ നിങ്ങളൊരു ഈഴവ കാറ്റഗറി ആണെന്ന് വിചാരിക്കാം. ഈഴവ കാറ്റഗറിയിൽ ഇപ്പൊ ഓൾ ഇന്ത്യ റാങ്ക് 1000 കിട്ടിയ ഒരു കുട്ടിക്ക് ഈഴവ കാറ്റഗറിയിൽ സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നു 50 ആണെന്ന് വിചാരിക്കാം. ഇപ്രാവശ്യം നിങ്ങളുടെ റാങ്ക് 1000 ആണ്, നിങ്ങളുടെ ഈഴവ റാങ്ക് 50 ആവണമെന്ന് നിർബന്ധമില്ല. ഈ 1000ൽ 50 ഈഴവേ ഉള്ളൂ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ ഈ കാറ്റഗറി റാങ്ക് പിന്നെയും വേരി ചെയ്യും. അപ്പൊ കാറ്റഗറി റാങ്കിന് നിങ്ങൾ തൽക്കാലം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ജനറൽ റാങ്ക് ആണ് വിശ്വസിക്കേണ്ടത്. ഓക്കെ, അതിന്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ തരും. ഇനി മൂന്നാമത്തേത് കാൺ പ്രഡിക്ട് റാങ്ക്. നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. എന്ത് വെച്ച്? ഒരു സ്കോർ വെച്ചിട്ടോ പെർസെന്റേജ് വെച്ചിട്ടോ. ഇപ്പൊ ഇതിന് നമ്മൾ LBS ഒക്കെ എക്സെട്രയിൽ LBS ഒക്കെ വരും കേട്ടോ. ഇപ്പൊ LBSന്റെ സ്കോറും ഇൻഡെക്സ് മാർക്കും ഒക്കെ വെച്ചിട്ട് കുട്ടികൾ പറയുന്ന ആ ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ കൊണ്ടുവരുന്നു. അതായത് കുട്ടികൾ എനിക്ക് സ്കോർ അയച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പെർസെന്റേജ് തരുന്നുണ്ട്, ഇൻഡെക്സ് മാർക്ക് തരുന്നുണ്ട്. അതിന് എത്രയായിരിക്കും റാങ്ക്? അതെങ്ങനെയാണ് പറയുക? നിങ്ങൾ ആലോചിക്കൂ. നിങ്ങളുടെ കൂടെ എത്ര പേര് അപ്ലൈ ചെയ്തു നിങ്ങൾക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. അതിന്റെയൊക്കെ ഡേറ്റ വരുന്നതേ ഉള്ളൂ. അവരുടെയൊക്കെ മാർക്ക് എത്രയായിരിക്കും? നിങ്ങളെ കഴിഞ്ഞും കൂടിയ മാർക്കുള്ളവർ എത്ര, കുറഞ്ഞ മാർക്കുള്ളവർ എത്ര, ഇതൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഈ റാങ്ക് നിങ്ങൾ സ്കോർ വെച്ചിട്ടോ പെർസെന്റേജ് വെച്ചിട്ടോ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് ആകെ ഒരു മാനസിക സന്തോഷം അല്ലെങ്കിൽ ഒരു ആശ്വാസം മാത്രമാണ്. അത് തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റ് എക്സാമുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഫ്രീക്വന്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകളുടെ എല്ലാം ഡീറ്റെയിൽ തരുന്നുണ്ട്. അപ്പോൾ മറ്റ് എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യുക, അതിന് പ്രിപ്പയർ ചെയ്യുക, ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ എത്താൻ നോക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അതിനകത്ത് ഒരു ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടക്കില്ല. ഇനി മറ്റൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അവൈലബിൾ ഡേറ്റ. ഈ കീമിന്റെയും നീറ്റിന്റെയും ഒക്കെ കേസിൽ സാധാരണഗതിയിൽ ഒരു PDF ആയി തന്നെ നമുക്ക് ഇത് കിട്ടും. അങ്ങനെ PDF ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് അതിന്റെ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ റീസൺ, നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ട ഇപ്പൊ ഫോട്ടോണിക്സിന്റെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറ്റിനറിയുടേതാണ് അറിയേണ്ടത്, വേറെ ഒന്നും നിങ്ങൾക്ക് അറിയേണ്ടതില്ല. അപ്പൊ ഞാൻ ആ വീഡിയോ ഒരു 15 മിനിറ്റ് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ആ വെറ്റിനറി വരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്പീഡിൽ നോക്കി, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ PDF എടുത്ത് വെറ്റിനറിയുടെ കോളത്തിൽ നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഡേറ്റ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാം തന്നെ കമ്മ്യൂണിറ്റിയിൽ ആ PDF അങ്ങനെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റിയിൽ PDF അവൈലബിൾ ആണെങ്കിൽ PDF അപ്ലോഡ് ചെയ്യും. ഇനി അതല്ല, PDF അല്ല, മറ്റൊരു ഓപ്ഷൻ ആണ്, ഒരു ലിങ്ക് വഴിയാണെങ്കിൽ ആ ലിങ്കും പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എനിക്ക് വാട്സപ്പ് ചെയ്ത കോൾ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരോടും തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ
അതൊരിക്കൽ കൂടി ഞാൻ ജനറലൈസ് ചെയ്ത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് ഒരു മറുപടി ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് നിങ്ങൾ ലാസ്റ്റ് റാങ്ക് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്ക് കണ്ടെത്തേണ്ടത്. ലാസ്റ്റ് റാങ്ക് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് റാങ്ക് ഒരു കോളേജിൽ കിട്ടി എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ കേസാണ്. ഈ വർഷം അതിൽ കുറഞ്ഞ റാങ്ക് കയറാം, കൂടിയ റാങ്ക് കയറാം. ഇത് നിങ്ങൾക്ക് ഒരു ഏകദേശ സാധ്യത മനസ്സിലാക്കാൻ മാത്രമാണ്. ഓക്കെ, ഇനി ബാക്കി ഇതിന്റെ അപ്ഡേറ്റുകളും അതേപോലെ ഞാൻ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിലും ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ ബാക്കി അപ്ഡേറ്റുകൾ കമ്മ്യൂണിറ്റി വഴി എത്തി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.